കടുവകളുടെ എണ്ണമെടുക്കാൻ പോയ വനിതാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ അടക്കം 3 പേരെ കാണാനില്ല. ഇന്നലെ രാവിലെയാണ് ഇവർ ബോണക്കാട് ഉൾവനത്തിലേക്ക് പോയത്. കേരള തമിഴ്നാട് അതിർത്തി മേഖലയാണ് ബോണക്കാട്. നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം. ഷെവീദ് റാവുത്ത് തത്സമയം ചേരുന്നു. ഷെവീദ്, എന്താണ് ഉണ്ടായത്? തിരുവനന്തപുരത്തിന്റെ കിഴക്കൻ മലയോര മേഖലയാണ് വിദുര കഴിഞ്ഞ ശേഷമുള്ള ബോണക്കാട് എന്ന് പറയപ്പെടുന്ന സ്ഥലം. സാധാരണഗതിയിൽ ആ സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് അവിടുത്തെ ഏറ്റവും അവസാനത്തെ ജനവാസ മേഖലയായ അവിടുത്തെ എസ്റ്റേറ്റ്, മഹാവീർ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ മുൻപ് സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന കാടാണ്. അവിടേക്കാണ് ഇന്നലെ രാവിലെയോടുകൂടി ഈ പാലോട് റേഞ്ച് ഓഫീസിലെ വനിതാ ഫോറസ്റ്റ് ഓഫീസർ വിനീത, BFO രാജേഷ്, വാച്ചർ രാജേഷ് എന്നിങ്ങനെ 3 പേർ ഈ കടുവകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പോയത്. അതിനുശേഷം ഇന്നലെ രാവിലെ അവർ പോയി. അതിനുശേഷം അവരെ ഇന്നലെ വൈകിട്ട് വരെ വയർലെസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. ശേഷം അവർ തിരിച്ചിറങ്ങുകയാണ് എന്നുള്ളതാണ് ഈ DFO അടക്കമുള്ള വനംവകുപ്പ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോഴും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ആശങ്കാജനകമായ സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇവർ കാട് കയറിയ ശേഷം വൈകുന്നേരം മുതലാണ് ഇവരെ ബന്ധപ്പെടാൻ കഴിയാത്തത്. സാധാരണ ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് വയർലെസ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 6 മണി മുതൽ ഇവരെ വയർലെസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവരെവിടെ എന്നുള്ള കാര്യം കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഇതിനോടകം തന്നെ പാലോട് വനം വകുപ്പിൽ നിന്നുള്ള, പാലോട് RFO ഓഫീസിൽ നിന്നുള്ള 2 സംഘങ്ങൾ അവർ ഈ പറയുന്ന ബോണക്കാട് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ അടക്കം മുകളിലേക്ക് കാട് കയറി തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമാണ്. മാത്രമല്ല അവിടെ നിന്ന് കാടാണ്, അങ്ങോട്ടേക്ക് മുഴുവൻ കാടാണ്. സാധാരണഗതിയിൽ മുൻപ് ഒരു റോഡ് റൂട്ട് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ആലോചനയിലുള്ള സ്ഥലമാണ്. പക്ഷേ ജോഗ്രഫിക്കൽ ബുദ്ധിമുട്ട് കാരണം, അതായത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള തടസ്സങ്ങൾ കാരണം അത് പിന്നീട് വലിയ പദ്ധതി പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. കാരണം അത്രത്തോളം ഒരു ഏരിയ ഓഫ് സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അഗസ്ത്യാർ മലയും ഈ പരിസരത്താണ്. അപ്പോൾ കൊടും വനമാണ്. അവിടേക്കാണ് ഈ കടുവകളുടെ കണക്കെടുക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോയത്. DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് ബോണക്കാട് രാവിലെ തന്നെ എത്തും എന്നുള്ളത് നമുക്കൊരു വിവരമായി ലഭിക്കുന്നുണ്ട്. പോലീസിൽ ഇതുവരെ നിലവിൽ സാങ്കേതികമായ പരാതി നൽകിയിട്ടില്ല. പക്ഷേ പോലീസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആശങ്ക ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഇവർ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളത് ലക്ഷ്യം വെക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ വന്യജീവികളെ കണ്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണോ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ നഷ്ടമായോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ആ പ്രദേശത്ത് മൊബൈൽ ഫോണിന് റേഞ്ച് ഉള്ള സ്ഥലമല്ല. അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മാറി ഒരു BSNLന്റെ ഒരു ടവറൊക്കെ ഉണ്ടെങ്കിലും കാര്യമായി അവിടെ റേഞ്ച് ഉള്ളൊരു സ്ഥലമല്ല. ഒരു നെറ്റ്വർക്കിനും റേഞ്ച് ഉള്ള സ്ഥലമല്ല. പ്രത്യേകിച്ച് ഈ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് ആ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്തേക്ക് തീരെയും റേഞ്ച് ഇല്ല. അവിടെ നമുക്കറിയാം, മുൻപ് നമ്മൾ സോഫ്റ്റ് സ്റ്റോറികൾ വഴിയും ഭൂമിശാസ്ത്രപരമായ അവിടുത്തെ ഒരു പ്രത്യേകതയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പെട്ടിരിക്കുന്നത്. വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. SKN. ഓക്കെ, ഷെവീദ് റാവുത്താണ് വിവരങ്ങൾ നൽകിയത്. പാലോട് റേഞ്ച് ഓഫീസിലെ വനിതാ ഫോറസ്റ്റർ വിനീത, BFO രാജേഷ്, അതുപോലെ വാച്ചർ രാജേഷ് എന്നിവരെയാണ് ഇപ്പോൾ കാണാതായി എന്ന വിവരം. ബോണക്കാട് ഉൾവനത്തിലെ കടുവകളുടെ എണ്ണം എടുക്കാനാണ് ഇവർ പോയത്. എന്നാൽ കാട് കയറിയ ശേഷം ഇവരെക്കുറിച്ച് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അവരെ ബന്ധപ്പെടാനും കഴിഞ്ഞിട്ടില്ല എന്നാണ് വിവരം. എന്തായാലും ചടുലമായ അന്വേഷണം നടക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.